അള്ളാഹുവിൻ്റെ വാൾ. നാം പറഞ്ഞുകൊണ്ടിരുന്നത് മുഅ്തത്ത് യുദ്ധമാണ്. യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ മുസ്ലിം പക്ഷത്തു നിന്ന് നേതാക്കളിൽ ആദ്യം വീണുപോയത് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. രണ്ടാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ പതാകയെടുത്ത് മുന്നോട്ട് കുതിച്ചു. അല്ലാഹു അക്ബർ. മുന്നിൽ വരുന്നവരെ എല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് ജഅഫർ റളിയല്ലാഹു അൻഹു തൻ്റെ പടക്കുതിരയെ പായിച്ചു കൊണ്ടിരുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ പടത്തലവനായ ശർഹബീൽ ബിൻ അംർ പരിഭ്രാന്തനായി ഉടനെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി എണ്ണം പറഞ്ഞ യോദ്ധാക്കളെ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ നേരിടാൻ വേണ്ടി നിയോഗിച്ചു. 4 ഭാഗത്തു നിന്നും ആക്രമണമുണ്ടായി. ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ വലതുകരം ഛേദിക്കപ്പെട്ടു. അവിടുന്ന് തളരാതെ ഉടനെ ഇടതു കൈ കൊണ്ട് ഇസ്ലാമിൻ്റെ പതാക ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് കുതിച്ചു. ഇടതു കൈയും ഛേദിക്കപ്പെട്ടു. നിലത്ത് കിടന്നു തൻ്റെ 2 തോളെല്ലുകൾ കൊണ്ട് ഇസ്ലാമിൻ്റെ പതാക കൂട്ടിപ്പിടിച്ച അദ്ദേഹത്തെ ശത്രുക്കൾ 2 മുറിയായി മുറിച്ചു കളഞ്ഞു. അങ്ങനെ ജഅഫർ ത്വയ്യാർ റളിയല്ലാഹു അൻഹു തൻ്റെ 2 സ്വർണ്ണ ചിറകുകളുമായി രക്തസാക്ഷിത്വം വഹിച്ചു.